കുറേ കാലം മുമ്പാണ് ഒരു സിസ്റ്ററെ കാണാൻ പോയിരുന്നു കോൺവെൻറ്റിൽ. എൻ്റെ ചില ബുക്കുകളൊക്കെ വായിച്ച് ഫോൺ ചെയ്തും അങ്ങനെയൊക്കെ ഒരു അടുപ്പം സ്ഥാപിച്ച ഒരു സിസ്റ്ററായിരുന്നു. ആദ്യമായിട്ട് കണ്ടു, സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ തിരിച്ചു പോരാൻ നേരത്തെ സിസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു വാചകം മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. സിസ്റ്റർ പറഞ്ഞ ഇതായിരുന്നു: കുറേ വർഷങ്ങൾക്ക് കൂടിയാണ് എന്നെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നത്. ആ കഥ ഇങ്ങനെയാണ്. സിസ്റ്ററുടെ ചെറുപ്പത്തിലെ ഫാദർ മരിച്ചു. സിസ്റ്റർ മഠത്തിൽ ചേർന്ന ശേഷം അമ്മ മരിച്ചു. പിന്നെ ഒരു ചേട്ടനും ഉണ്ടായിരുന്നത്. പുള്ളി കല്യാണമൊക്കെ കഴിച്ചതോടെ മഠത്തിലേക്കുള്ള വഴിയൊക്കെ പുള്ളിയും മറന്നു. അങ്ങനെ ആരും അന്വേഷിക്കാനോ കാണാനോ വരാതെ സിസ്റ്റർ ജീവിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഈ ഉപേക്ഷിക്കപ്പെട്ടയും അവഗണിക്കപ്പെട്ടവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് വൃദ്ധസദനങ്ങളിലെ മാതാപിതാക്കളും അനാഥാലയത്തിലെ കുട്ടികളുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനൊരു വിഭാഗം കൂടെ നമുക്കിടയിലുണ്ട്. വേണ്ടത്ര പരിഗണിക്കാതെ, സ്നേഹം കിട്ടാതെ, പ്രത്യേകമായിട്ടൊന്നും ഓർമ്മിക്കപ്പെടാതെയൊക്കെ പോകുന്ന കുറേ വിശുദ്ധ ജന്മങ്ങളെന്ന് തന്നെ പറയാം. നമുക്കൊരാവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഒരു ആവശ്യം വരുമ്പോഴൊക്കെ ഒരു സക്രാഡ് മുമ്പിൽ കെടാവിളക്ക് പോലെ തെളിയാനും വിശുദ്ധ രൂപങ്ങൾക്ക് മുമ്പിൽ മെഴുകുതിരി പോലെ കത്തിയാനുമൊക്കെ പ്രാർത്ഥന കൊണ്ട് ഇവർ മാത്രമേ നമുക്ക് കൂടെ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ടും എപ്പോഴേക്കോ നമ്മൾ ഇവരെ മറന്നു പോകുന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളിൽ ഒരു തീരുമാനം നമുക്കെടുക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. ഇവരെയൊക്കെ ഇടയ്ക്കൊന്ന് പോയി കാണുക, ഒരു ഗിഫ്റ്റ് കൊടുക്കുക, പ്രത്യേകിച്ച് ഈ ക്രിസ്മസിനെങ്കിലും. അങ്ങനെ അവരുടെ ക്രിസ്മസ് നമ്മുടെ ക്രിസ്മസായിട്ട് മാറട്ടെ.